എന്നിപ്പോ ഉള്ള എന്റെ ഒരു മാനസികാവസ്ഥ പറഞ്ഞ ഈ പറഞ്ഞ പോലെ ദൈവഹിതം എന്ത് എന്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു അതുപോലെ അല്ല എങ്കിലും അങ്ങനെ പോകണം. അല്ല എനിക്കിപ്പോ ഇന്ന എന്തെങ്കിലും ഒരു ഇതാവണം അങ്ങനെയൊന്നുമില്ല. എന്റെ ചോദ്യം അതല്ല, ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്ന അതിനെപ്പറ്റി ഒരു ഭാവനയുണ്ടോ എന്നാണ്. തീർച്ചയായിട്ടും ഒരു എന്താ പറയുക, നല്ലൊരു സാക്ഷിയായിട്ട്, ദൈവത്തിന്റെ ഒരു നല്ല സാക്ഷിയായിട്ടുള്ളൊരു ജീവിതം തുടരുക. സഹോദരിക്ക് എന്താണ് ദൈവത്തിന് വേണ്ടി ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം? എനിക്ക് വലിയൊരു സ്വപ്നം ഉണ്ടെങ്കിൽ, കാരണം ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞിരുന്നു എനിക്ക് ജീവിതത്തിൽ വലിയൊരു അംബീഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ശരിക്കും 2-3 പേർ കൂടുന്നവരുടെ ഇടയിൽ ഞാൻ ചെന്നിരിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് ഒരിക്കലും ഒരു പൊതുവേദിയിൽ ചെന്ന് ഒരാളിന് എന്തെങ്കിലും ഒന്ന് അഭിസംബോധന ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല. ഞാൻ ഏറ്റവും പിറകിലേ പോയിരിക്കുക. സ്കൂളിലായാലും കോളേജിലായിരുന്നാലും ഞാൻ ഏറ്റവും പിന്നിലായിരുന്നിട്ടുള്ളൂ. എനിക്ക് ഒരിക്കലും പൊതുവേദിയിലായിട്ട് വരാൻ കഴിയാത്ത ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ എന്നെ ദൈവം വിളിച്ചു എന്ന് എനിക്ക് തന്നെ ഒരു ഉത്തമ ബോധ്യമുണ്ട്. എന്നെ തിരഞ്ഞെടുത്തതാണ് കർത്താവ്. കോടിക്കണക്കിന് ജനങ്ങളുടെ ഇടയിൽ നിന്ന് കർത്താവ് എന്നെ പേര് ചൊല്ലി വിളിച്ചതാണ്. അപ്പൊ ഞാൻ തുടക്കത്തിൽ ഞാൻ അങ്കിളിനോട് പറഞ്ഞു, ഞാൻ കർത്താവിനോട് ചോദിക്കുമായിരുന്നു എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അവസ്ഥ. പക്ഷെ ശരിക്കും ആ രക്ഷിക്കപ്പെട്ട് സ്നാനമെടുത്ത് ദൈവത്തോട് കൂടുതൽ അടുക്കും തോറും എനിക്ക് മനസ്സിലായി ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ വന്നത്. മാത്രമല്ല ഞാൻ കർത്താവിനെ സ്നേഹിച്ചിരുന്നു, എന്നെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കാൻ കൂടി വേണ്ടിയാണ് ഈ ഒരു അവസ്ഥ എന്റെ ജീവിതത്തിൽ വന്നത്. അപ്പൊ അതോടുകൂടി ഞാൻ മനസ്സിലാക്കി കർത്താവ് എന്നെ എത്രയധികം സ്നേഹിക്കുന്നു. വചനത്തിൽ പറയുന്നത് പോലെ അമ്മ നമ്മളെ സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സ്നേഹം, കർത്താവിന്റെ സ്നേഹം, അത് ഞാൻ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ സ്നേഹത്തിന് പകരമായിട്ട് എനിക്ക് കൊടുക്കാൻ എന്റെ ഈ ജീവിതം മാത്രമേ ഉള്ളൂ. എന്റെ ഈ ജീവൻ ഇത് ഈ പോകുന്ന നിമിഷം വരെ എന്റെ ബൈബിളിലെ റോൾ മോഡലാണ് പൗലോസ് അപ്പോസ്തലൻ. പുള്ളി പറഞ്ഞതുപോലെ നല്ല പോർ പൊരുതി എന്റെ ഓട്ടം തികച്ചു എന്ന് പറയുന്നതുപോലെ എന്റെ ലാസ്റ്റ് ബ്രെത്ത് വരെ കർത്താവിന് വേണ്ടി ഇനി ജീവിക്കുക. സുവിശേഷവുമായി എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ, കുറച്ച് സ്റ്റേജ് ഫിയറോ അങ്ങനെയൊക്കെയുള്ള ഇതൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും എനിക്ക് അനേകം കാര്യങ്ങൾ ചെയ്യാൻ കഴിയും, എന്നെ കൊണ്ട് കർത്താവ് ചെയ്യിപ്പിക്കും എന്നൊരു വലിയൊരു വിശ്വാസമുണ്ട്. എന്റെ വലിയ സ്വപ്നമാണ് ഇപ്പോ. എനിക്ക് വേറെ ഒരു സ്വപ്നങ്ങളും കണ്ടു വളർന്ന ഒരാളല്ല ഞാൻ. പക്ഷെ ഇന്ന് ഇപ്പോ കർത്താവ് എന്നെ വലിയൊരു പദവിയിലേക്ക് ദൈവത്തിന്റെ രാജ്യത്തിന്റെ ഒരു അംബാസിഡറാക്കി എന്നെ മാറ്റിയിരിക്കുമ്പോൾ എനിക്ക് ഒരുപാട് ഉത്തരവാദിത്തങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം. അതിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പിലാണ് ഞാൻ പ്രോഗ്രാം തീരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകട്ടെ. ദൈവത്തിന് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. മറ്റാർക്കും ചെന്ന്, ഞാൻ പട്ടാളത്തിലായിരിക്കും, 11.5 വർഷം ഞാൻ പട്ടാളത്തിലായിരുന്നു. ഞാൻ പട്ടാളക്കാരനായിരിക്കുമ്പോൾ പട്ടാളക്കാരോട് ഞാൻ പറയുന്നത് പോലെ വേറെ ആർക്കും പറയാനൊക്കുന്നില്ല. ഞാൻ പട്ടാളക്കാരനായിരുന്നു, ഓഫീസറല്ല. എങ്കിലും എൻ്റെ അടുക്കൽ ദിവസവും ഒരു 25 ഓഫീസർമാർ വരും. അപ്പൊ അവർക്കെല്ലാവർക്കും ഒരു യോഹന്നാന്റെ സുവിശേഷം പ്രതി കൊടുക്കാൻ, അവരോട് യേശുവിനെ പറ്റി പറയുവാൻ എനിക്ക് കഴിയുമായിരുന്നു. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രോഗ്രാം തീരുമ്പോൾ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് മറ്റാർക്കും പറയാനൊക്കാത്ത ഒരു സ്ഥാനത്ത്. ഒരിക്കൽ ഞാൻ കോഴിക്കോട്ടായിരിക്കുമ്പോഴാണ് ശ്രീമാൻ മോഹൻലാൽ എന്നെ കാണാനായിട്ട് വന്നു. ആരാണ്ട് താഴെ വന്നപ്പോഴേ അറിഞ്ഞ് ഞാൻ മേളിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇവിടെ പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടുന്ന ഒരു അച്ഛനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ വന്നതാണ്. അപ്പോൾ അദ്ദേഹം വന്നു കഴിഞ്ഞ് എന്തൊക്കെ പറഞ്ഞു, അച്ഛൻ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു പിന്നെ പ്രാർത്ഥിക്കാം, ആദ്യം യേശുവിനെ പറ്റി പറയാൻ സമയമില്ല. 2 പുസ്തകം എടുത്ത് ഓട്ടോഗ്രാഫ് ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹം എൻ്റെ പെട്ടിയെടുത്തുകൊണ്ട് വെളിയിൽ വന്നു. ഞാനൊരു വലിയ പദവിയായിട്ട് കണക്കുന്നു. വലിയ പ്രസിഡന്റിൽ നിന്ന് അവാർഡൊക്കെ വാങ്ങിച്ച മനുഷ്യൻ. അദ്ദേഹം വലിയ ആളായിട്ടാണ്, ഞാൻ വലിയ ആളായിട്ടല്ല അദ്ദേഹം എൻ്റെ പെട്ടിയെടുത്തത്. അദ്ദേഹം വലിയ ആളായിട്ട് എൻ്റെ പെട്ടിയെടുത്തതാണ്. അപ്പം അവരോടൊക്കെ സുവിശേഷം പറയുവാൻ സാധാരണക്കാർക്കാർക്കും സാധ്യമല്ല. എനിക്ക് അവിചാരിതമായിട്ട് കിട്ടിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ദൈവം വാതിലുകൾ തുറന്നു തരട്ടെ. കാരണം ദുഃഖിതരും നിരാശരും ഒത്തിരി പേരുണ്ടല്ലേ. കഴിഞ്ഞ ആഴ്ചയല്ലേ തെലുങ്കില് നല്ലൊരു സിനിമാ സ്റ്റാർ ചെറുപ്പക്കാരൻ ആത്മഹത്യ ചെയ്തത്. ആരെങ്കിലും ചിലപ്പോൾ ആ മനുഷ്യനോട് യേശുവിനെ പറ്റി പറഞ്ഞിരുന്നെങ്കിൽ ആ മനുഷ്യൻ ചിലപ്പോൾ ആത്മഹത്യ ചെയ്യത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സാധിക്കും. സിനിമാ ലോകത്തിലെ നിരാശരായിട്ടുള്ള മനുഷ്യർ, മയക്കുമരുന്നിനൊക്കെ അടിമകളായിട്ടുള്ള മനുഷ്യർ, ദുഃഖിതർ, ഏകാന്തത അനുഭവിക്കുന്നവർ, അവരോടൊക്കെ യേശുവിനെ പറ്റി പറയുവാൻ, ദൈവസ്നേഹത്തെപ്പറ്റി പറയുവാൻ കർത്താവ് നിങ്ങൾക്ക് അവസരം തരുവാനായിട്ട് ഞാൻ പ്രാർത്ഥിക്കാം. അവരോട് മാത്രമല്ല, ഞാൻ നിങ്ങളുടെ അടുക്കൽ പറയുകയാണ്. നിങ്ങൾ ഓഫീസിലായിരിക്കാം ജോലി ചെയ്യുന്നതോ, ആശുപത്രിയിലായിരിക്കാം ജോലി ചെയ്യുന്നതോ, സ്കൂളിലായിരിക്കാം ജോലി ചെയ്യുന്നതോ, നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നതോ ആ സ്ഥാപനത്തിൽ നിങ്ങളുടെ അടുത്തുള്ളവരോട്, വിദ്യാർത്ഥികളോട്, ടീച്ചേഴ്സിനോട്, ജോലിക്കാരോട് യേശുവിനെ പറ്റി പറയുവാൻ നമുക്കൊരു ബാധ്യതയുണ്ട്. നാം പറഞ്ഞില്ല എങ്കിൽ മറ്റ് ആര് പറയും? ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് സമയം തരികയാണ്. എന്നോട് എന്തെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. കർത്താവിന്റെ ദാസൻ എന്നുള്ള നിലയിൽ, ഉപദേശി എന്ന നിലയിൽ ചോദിക്കാം. വിശ്വാസത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എങ്കിലും പലപ്പോഴും നമ്മൾ ഈ മനുഷ്യൻ എന്ന് പറയുന്നത് സംശയാലുമാണ്. അതിൻ്റെ ഒരു ജീനിലുള്ളതാണ്.
അപ്പൊ വിശ്വാസത്തിൽ തന്നെ പോകുമ്പോഴും പലപ്പോഴും നമുക്ക് ചില സംശയങ്ങൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ബൈബിളൊക്കെ വായിക്കുമ്പോൾ ക്രിസ്തുവിന് മുമ്പ് നമ്മൾ പഴയ നിയമം എടുത്താൽ പഴയ നിയമഭാഗത്ത് ഇപ്പം മോശയുടെ കൂടെ നടന്ന ജനം, മോശ കാണിച്ച എല്ലാ അത്ഭുതങ്ങളും, ദൈവത്തിന്റെ യഹോവയുടെ സാന്നിധ്യം കൊണ്ട് മോശ കാണിച്ച എല്ലാ അത്ഭുതങ്ങളും കൂടെ നടന്ന് കണ്ട ജനം, മന്ന പൊഴിച്ചതും ഈ ചെങ്കടൽ വിഭജിച്ച് ഇങ്ങനെ പോയതും ഇതൊക്കെ കണ്ട ജനം കുറച്ചു കഴിയുമ്പോൾ പിറുപിറുക്കാൻ തുടങ്ങും. യഹോവയ്ക്കെതിരായി മോശ കാണിച്ച എല്ലാ അത്ഭുതങ്ങളും ഇതൊക്കെ മറന്നിട്ട് യഹോവയുടെ ആ ഒരു ശക്തിയിൽ അല്ലെങ്കിൽ യഹോവയുടെ അതിലൊക്കെ ഒരു സംശയം പ്രകടിപ്പിക്കുക. അതുപോലെ ഈ പുതിയ നിയമത്തിൽ ഇപ്പൊ ക്രിസ്തുവിന്റെ കൂടെ നടന്ന ഈ ശിഷ്യന്മാർ, ക്രിസ്തു ഈ മരിച്ച 3-ാം ദിവസം ആയ ഒരാളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നേരിട്ട് കണ്ട ശിഷ്യന്മാരാണ്. കുരുടനെയും അതുപോലെ കുഷ്ഠരോഗിയും ഒക്കെ സൗഖ്യമാക്കുന്ന, കുരുടന് കാഴ്ച കൊടുക്കുകയും മുടന്തനെ നടത്തുകയും ഒക്കെ ചെയ്ത ഈ വലിയ വലിയ അത്ഭുതങ്ങൾ കൂടെ നടന്ന് കണ്ട ഈ ശിഷ്യന്മാർ, അതിലെ ശിഷ്യന്മാർ തന്നെ യേശുവിനെ ഒറ്റക്കൊടുത്തു, യേശുവിനെ തള്ളിപ്പറഞ്ഞു, യേശുവിൽ അവിശ്വസിച്ചു. ഇതൊക്കെ കണ്ട് കൂടെ നടന്ന് അനുഭവിച്ചത്. പിന്നീട് ഉയർത്തെഴുന്നേറ്റപ്പോ പോലും യേശു ഉയർത്തെഴുന്നേറ്റെന്ന് ആദ്യം അവര് വിശ്വസിക്കാതെ യേശു ക്രിസ്തു നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് അവരെ ബോധ്യപ്പെടുത്തി. അതിൽ തന്നെ ഒരു ശിഷ്യൻ, ഈ തോമാസ് ശ്ലീഹ, തൊട്ടു നോക്കിയാലേ ഞാൻ പിന്നെ വിശ്വസിക്കുമെന്ന് പറഞ്ഞിട്ട്, കേട്ട് ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ വീണ്ടും യേശു ക്രിസ്തു തോമാസ് ശ്ലീഹയ്ക്കും ആണിപ്പഴുതിന്റെ കൈകൾ കാണിച്ചിട്ട് അങ്ങനെ വിശ്വസിപ്പിച്ചു. അപ്പൊ ഇത് അനുഭവിച്ചവർ പോലും അവിശ്വസിക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് മനുഷ്യന്റെ. അപ്പൊ ഈ ആധുനിക കാലത്ത് ഇപ്പൊ 2000 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ അതിനു മുമ്പ് ഒക്കെ നടന്ന കാര്യങ്ങൾ നമ്മൾ ഒരു കേട്ടറിവ് മാത്രം വെച്ചിട്ട് എങ്ങനെ നമുക്ക് അത്രയും പൂർണ്ണമായി നമുക്കത് അത്രയും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റും? അത് മാനുഷികമായ എൻ്റെ ഒരു ഇതാണ്. ഇത് ഞാനൊരു വിശ്വാസിയല്ല എന്നല്ല, ഞാൻ ഏറ്റവും കുറച്ച് യേശുവിൽ വിശ്വസിക്കുകയും ഈ യഹോവയിൽ വിശ്വസിക്കുകയും ബൈബിളിൽ വിശ്വസിക്കുകയും ബൈബിളിൽ പറയുന്ന ഓരോ വാചകങ്ങളും അക്ഷരം പ്രതി അതുപോലെ നടക്കുന്ന എന്നൊക്കെ വിശ്വസിക്കുന്ന അത്രയും വിശ്വാസത്തിൽ ഉറയ്ക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ചില സംശയങ്ങൾ. അപ്പൊ എങ്ങനെ നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഇത്രയും ഒരു ശക്തമായ ഒരു വിശ്വാസത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാം എന്നുള്ളത് ഒരു ശരിക്കും ഒരു ആത്മീയ ഇത്രയും ഒരു ഉയർന്നു നിൽക്കുന്ന അങ്ങയിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് കൂടുതൽ അത് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പ്രേംകുമാർ മുമ്പേ പറഞ്ഞു ഈ ചോദ്യങ്ങൾ പലതും പ്രേംകുമാറിനോട് ആരെങ്കിലും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിനകത്തെ ചോദ്യം, ഒന്ന് അയാളുടെ ചോദ്യം, രണ്ട് മറ്റാരെങ്കിലും ചോദിക്കുന്ന ചോദ്യത്തിന്റെ റിഫ്ലക്ഷനാണ്. അപ്പോൾ ഇങ്ങനെയാണ് എനിക്ക് പറയുവാനുള്ള മറുപടി. യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. രണ്ടായിട്ട് എടുത്തു കഴിഞ്ഞാൽ കാണാതെ വിശ്വസിക്കുന്ന ഒരു വലിയ കൂട്ടമുണ്ട്, അവരാണ് കൂടുതൽ ഭാഗ്യവാന്മാർ. രണ്ട്, യേശുക്രിസ്തു മരിച്ച് സ്വർഗത്തിലേക്ക് പോകാൻ നേരം പറഞ്ഞു, ഞാൻ പരിശുദ്ധാത്മാവിനെ അയക്കും, അവൻ നിങ്ങൾക്ക് സകലതും എക്സ്പ്ലെയിൻ ചെയ്തു തരും. അപ്പൊ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ സംശയങ്ങൾ ദൂരീകരിച്ച് പരിപൂർണമായിട്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയും. പരിശുദ്ധാത്മാവ് വരുമ്പോഴേ ഒക്കത്തുള്ളൂ. എൻ്റെ ഒരിക്കൽ ഒരു പത്രക്കാർ വന്നിട്ട് ചോദ്യം ചോദിച്ചു, നിങ്ങൾ എത്ര പേരെ കൺവേർട്ട് ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചു. എനിക്ക് ദൈവത്തിന്റെ കൃപ കൊണ്ട്, ഞാൻ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളൂ, വലിയ പഠിത്തമൊന്നുമില്ല, എങ്കിലും ദൈവം എനിക്ക് അസാധാരണമായ ബുദ്ധിയും പരിജ്ഞാനവും ഒക്കെ ആ സമയത്തും തന്നു. ഞാൻ പറഞ്ഞു, ഞാൻ ഇന്നുവരെ ഒരാളിനെ കൺവേർട്ട് ചെയ്തിട്ടില്ല. അവർക്ക് അത്ഭുതം തോന്നി. കാരണം വടക്കേ ഇന്ത്യയിൽ ഏറ്റവും വേല ചെയ്യുന്നത് ഞങ്ങളാണ്. അവർക്കൊന്നും ഒരാളിനെ, ഞാൻ പറഞ്ഞില്ല ഒരാളിനെ പോലും ഇല്ല. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേ എൻ്റെ കൂടെ ഇരുന്നവരൊക്കെ അവർ ചോദിച്ചു, എന്താ അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാനാണോ കൺവേർട്ട് ചെയ്യുന്നത്? അല്ല, പരിശുദ്ധാത്മാവാണ്. അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ അസാധാരണമായിട്ടുള്ള വിശ്വാസം നമുക്കുണ്ടാകും. അപ്പോസ്തല പ്രവൃത്തി പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ അവർ ഭയപ്പെടുന്നില്ല. അതുവരെ ഉണ്ടായിരുന്നു. യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ 2ാം അധ്യായത്തിന് ശേഷം അവരെല്ലാം ഹീറോസായിട്ട് മാറുകയാണ്. പൗലോസ്, പത്രോസ് എല്ലാവരും ഹീറോസായിട്ട് മാറുക. പിന്നെ ആരും തിരിച്ചോടി പോകുന്നില്ല. അപ്പൊ നമുക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിക്കഴിയുമ്പോൾ ഒരു ക്രിസ്ത്യാനി അല്ലാത്ത ഒരു മനുഷ്യൻ പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പ്രവർത്തിക്കുമ്പോൾ യേശുക്രിസ്തു രക്ഷിതാവാണെന്ന് കണ്ണുമടച്ചുകൊണ്ട് വിശ്വസിക്കുവാൻ കഴിയും. പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോഴേ സാധിക്കത്തുള്ളൂ. നമ്മൾ പ്രാർത്ഥിക്കണം, പരിശുദ്ധാത്മാവെ കൺവിക്ട് ചെയ്യും, അയക്ക് മനസ്സിലാക്കി കൊടുക്കണം, എനിക്ക് സാധ്യമല്ല, ഞാൻ പറയാനേ ഒക്കത്തുള്ളൂ, നീയാണ് കൺവിക്ട് ചെയ്യുന്നത്. ഒരിക്കൽ ഡോക്ടർ രാധാകൃഷ്ണൻ, അദ്ദേഹത്തിന്റെ അടുക്കൽ കൃഷ്ണമേനോൻ എന്ന് പറഞ്ഞ നമ്മുടെ ഡിഫൻസ് മിനിസ്റ്ററുടെ അദ്ദേഹത്തിന്റെ അനന്തരവൻ സുധാകർ മേനോൻ ഹിന്ദു മതത്തെപ്പറ്റി, ഹിന്ദു ഫിലോസഫി പഠിക്കാനായിട്ട് ബോംബെ പോകുമായിരുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെയൊക്കെ പറഞ്ഞതാണ്. ചെന്ന് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിരാശനായിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങന്റെ ഗുരുവായിരിക്കുന്നു.
കാരണം ഡോക്ടർ രാധാകൃഷ്ണനാണ് ഏറ്റവും പെർഫെക്റ്റ് മനുഷ്യൻ, അദ്ദേഹത്തിനെ കാണാൻ കഴിഞ്ഞ് പറഞ്ഞൊരു ഗുരു പെർഫെക്റ്റ് ആയിരിക്കണം, അങ്ങനെ എനിക്ക് പെർഫെക്റ്റ് ഗുരുവായിരിക്കുമോ? അദ്ദേഹം പറഞ്ഞു ഇല്ല, പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ അന്വേഷിക്കുകയാണെങ്കിൽ ഡോക്ടർ രാധാകൃഷ്ണൻ എഴുന്നേറ്റ് പോയിട്ട് അവിടെ ഇരിക്കുന്ന ഒരു പുതിയ നിയമം എടുത്തു കൊടുത്തു പറഞ്ഞു യേശുവിൽ മാത്രമേ ഉള്ളൂ. ഈ മനുഷ്യൻ പറഞ്ഞു ഞാൻ ഹിന്ദു ഫിലോസഫി പഠിക്കാനാണ് നിങ്ങളുടെ അടുക്കൽ വന്നത്, താങ്കൾ എനിക്ക് വേറൊരു മതം തരികയാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ മതമല്ല തരുന്നത്, ഒരു രക്ഷകനെ തരികയാണ്. ആ സുധാകർ മേനോൻ തിരികെ വന്ന് അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് വേദപുസ്തകം വായിച്ച് മത്തായി മുതൽ എബ്രായർ ലേഖനം വരെ വായിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഹിന്ദു പണ്ഡിതനായിരുന്നതുകൊണ്ട് ഋഗ്വേദങ്ങളിലെ യാഗവും യേശുക്രിസ്തുവിന്റെ യാഗവും കൂടെ തുലനം ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നിലവിളിച്ചു പറഞ്ഞു യേശുവേ നീ എന്റെ രക്ഷകൻ. അദ്ദേഹം ഒരു ക്രിസ്തീയ വിശ്വാസിയായിട്ട്. അതുപോലെ ഇപ്പൊ ഈ സ്വാമി വിവേകാനന്ദൻ, ഗാന്ധിജി, ഇവരൊക്കെ ഏറ്റവും പെർഫെക്റ്റ് ഒരു മാതൃകയായിട്ട് കാണുന്നത് ക്രിസ്തുവിനാണ്. അതെ. അപ്പൊ നമ്മൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കാതെ നമുക്ക് ആ വലിയ വിശ്വാസം വരത്തില്ല. അത് വിശ്വസിച്ച് കഴിയുമ്പോൾ, യേശു പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് വലിയൊരു വിശ്വാസം ഉണ്ടാകും. അതാണ് ആ ചോദ്യത്തിന് മറുപടി. സഹോദരിക്ക് ചോദ്യങ്ങൾ വല്ലതും ചോദിക്കാറുണ്ടോ? ഞാൻ അങ്കിളുടെ മിനിസ്ട്രീസിനെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്, അങ്കിളുടെ ബുക്സ് ഒക്കെ വായിച്ചിട്ടുണ്ട്. അങ്കിൾ പറഞ്ഞ നോർത്ത് ഇന്ത്യയിലാണ് അങ്കിളുടെ ഫുൾ പ്രവർത്തന മേഖല. അപ്പൊ അങ്കിൾ ഇപ്പോ ഈ നോർത്ത് ഇന്ത്യയിൽ അങ്കിള് ചെയ്തു വരുന്ന ആ ഒരു പ്രവർത്തനങ്ങളൊക്കെ കണ്ടിട്ട് അങ്കിള് ഒരുപാട് ആത്മാക്കളെ നേടിയിട്ടുണ്ടാവും. കൺവേർട്ട് ചെയ്തതല്ല, പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചിട്ട് ഒരുപാട് ആത്മാക്കൾ നേടി. ഇപ്പൊ അങ്കിളിന് ആ ഒരു പ്രദേശമൊക്കെ കാണുമ്പോൾ, ആ മനുഷ്യരുടെ സന്തോഷം കാണുമ്പോൾ എന്താണ് അങ്കിളുടെ ഒരു ഫീൽ? ഞാൻ സംതൃപ്തനാണ്. എനിക്ക് വീടില്ല ഇതുവരെ, 72 വയസ്സായി വീടുണ്ടാക്കുന്ന കാര്യം ചിന്തിച്ചേ ഇല്ല. ഞാൻ രക്ഷിക്കപ്പെടുന്ന സമയത്ത് എനിക്ക് നിലമുണ്ട്, എനിക്ക് പുരയിടമുണ്ട്, എൻ്റെ ബാങ്കിൽ രൂപയുണ്ട്. ഇപ്പൊ നിലമില്ല, പുരയിടമില്ല, വീടില്ല, ബാങ്കിൽ 3000-4000 രൂപ വേണം. എൻ്റെയും ഭാര്യയുടെയും കൂടെ 10000 രൂപ വേണം കൂടിപ്പോയി കഴിഞ്ഞാൽ. പക്ഷേ മുമ്പേ പറഞ്ഞല്ലോ ഏറ്റവും വലിയ സന്തോഷവാനാണെന്ന് പറഞ്ഞതുപോലെ ഞാൻ ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷവാനാണ്, ഏറ്റവും വലിയ സംതൃപ്തനാണ്. കാരണം ഞാൻ ചെല്ലുന്ന ഗ്രാമങ്ങളിൽ പട്ടിണി കിടക്കുന്നവർ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു 1 മാസം, 1 വർഷം, 2 വർഷം, 3 വർഷം കഴിയുമ്പോൾ അവർ നല്ല വസ്ത്രം ധരിക്കുന്നു. ആളുകളൊക്കെ വിചാരിച്ചേക്കാം ഇത് ഞങ്ങൾ കൂടെ തരുക ഉണ്ടാകുന്നില്ല. ഇല്ല, അവർ ഞങ്ങൾക്ക് രൂപ തരികയാണ്, അവരവരുടെ ദശാംശം തരുന്നു. അപ്പോൾ ഞാൻ തികച്ചും സംതൃപ്തനാണ്. ഇനിയും എനിക്ക് ഒരു ജീവനോടെ ഉണ്ടെങ്കിൽ, എനിക്ക് ഇനിയും ഒരു ജീവിതം കൂടെ ഉണ്ടെങ്കിൽ, എനിക്കൊരു 1000 ജീവിതം ഉണ്ടെങ്കിൽ ഇതുപോലെ എല്ലാം യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് ജോലി രാജിവെച്ചിട്ട് കർത്താവിന്റെ വേലയ്ക്ക് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഈ ശരിക്കും രക്ഷിക്കപ്പെടുക എന്ന് പലരും ഇപ്പോ ഞാൻ ഇന്ന വർഷം ഇത്രാം തീയതി ഞാൻ രക്ഷിക്കപ്പെട്ടു എന്നൊക്കെ പലരും പറയും, നമ്മൾ സ്ഥലം കേൾക്കാറുണ്ട്. ശരിക്കും എന്താണ് ഒരു രക്ഷയുടെ അനുഭവം എന്ന് പറയുന്നത്? അപ്പൊ ഞാനൊക്കെ ക്രിസ്തുവിനെ കുറിച്ച് കേൾക്കുന്നുണ്ട്, ക്രിസ്തുവിന്റെ രക്ഷകനാണ് എന്ന് പിന്നെ മനസ്സിൽ വിശ്വസിക്കുകയും അത് നാവുകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്ന ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരവസ്ഥ, അത് മാത്രമാണ് രക്ഷയുടെ അവസ്ഥ എന്ന് പറയുന്നത്. രക്ഷിക്കപ്പെടുക, യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാപത്തോട് സലാം പറയുക, യേശുക്രിസ്തുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കുക. എന്നാൽ ചിലർ സാവധാനത്തിലാണ് വളർന്നു വരുന്നത്, പെട്ടെന്നല്ല. ഞാൻ യേശുക്രിസ്തുവിനെ ഒരു രാത്രി കൊണ്ടങ്ങ് സ്വീകരിക്കുകയാണ്. കർത്താവായ യേശുവേ കാരണം ഞാൻ ഭയങ്കര പാപിയായിരുന്നു. 120 ചാർമിനാർ സിഗരറ്റ് വലിക്കും, രാവിലെ തൊട്ട് വൈകിട്ട് വരെ കള്ളു കുടിക്കും, പട്ടാളത്തിലെ സാധനം എല്ലാം കൊണ്ടുവന്ന് വിൽക്കും. അപ്പം ഞാനൊരു മഹാഭാവിയായിരുന്നു. അപ്പം എനിക്കൊരു വഴിത്തിരിവിന്റെ ഒരു സമയം ഉണ്ടായിരുന്നു. ടക്ക് ടക്ക് ഒറ്റയടി 90 ഡിഗ്രിയോ 150 ഡിഗ്രി എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് പോയിട്ട് തിരിച്ചു കിടക്കുന്നു. ചിലരങ്ങനല്ല, ചിലർ സാവധാനത്തിൽ ട്രെയിനിങ് എടുത്തിട്ടാണ് പോകുന്നത്. അപ്പോൾ അവർക്ക് ദിവസം ഓർമ്മ കാണത്തില്ല, പക്ഷെ എവിടെയോ ഒന്ന് സംഭവിച്ചിട്ടുണ്ട്. യേശുവേ എന്നോട് കരുണ തോന്നണമേ, നീ എൻ്റെ ദൈവം എന്നെവിടെയോ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് പറയാനൊരു ദിവസം കാണത്തില്ല, പറയാനൊരു മണിക്കൂറോ മിനിറ്റ് കാണത്തില്ല. എനിക്ക് എൻ്റെ സമയം വരെ അറിയാം. 1971 ഒക്ടോബർ മാസം 1-ാം തീയതി രാത്രി 9:30 മണിക്ക് പട്ടാളത്തിന്റെ വണ്ടി വെച്ച് കാശ്മീർ വെച്ച് രക്ഷിക്കപ്പെട്ടു. അതാണ് ഞാൻ ചോദിച്ചത്, ഇത്രയും കൃത്യമായിട്ട് നമുക്കൊരു സമയം അതെങ്ങനെ പറയാൻ? കാരണം ഞാൻ ആദ്യമായിട്ട് പ്രാർത്ഥിച്ചത് അന്നായിരുന്നു. അതുപോലെ പള്ളിയിലൊന്നും പോകാത്ത മനുഷ്യൻ ഞാൻ അന്ന് പ്രാർത്ഥിച്ച അതാണ്. പലരും അങ്ങനെയല്ല. എൻ്റെ ഭാര്യയെടുക്ക് ചോദിച്ചു കഴിഞ്ഞാലും ഭാര്യയെ കൈപൊക്കിയ ഒരു ദിവസമുണ്ട്. പക്ഷേ ലില്ലിയെടുക്ക് ചോദിക്കാമെങ്കിൽ ലില്ലി പറയും അല്ല, സാവധാനത്തിലായിരുന്നു. 12ാമത്തെ വയസ്സിൽ, 13ാമത്തെ വയസ്സിൽ, 14ാമത്തെ വയസ്സിൽ അങ്ങനെ കർത്താവിനോട് അടുത്തടുത്ത് വന്നു. അപ്പൊ നിങ്ങളുടെ ജീവിതത്തിനകത്തും അതാണ് സംഭവിച്ചത്. കൃത്യമായ ഒരു ദിവസം പറയണമെന്ന് നിർബന്ധമില്ല, ഇല്ല ഇല്ലേ? പക്ഷെ സംഭവിച്ചു, ദൈവത്തിനെ അറിയത്തുള്ളൂ, ദൈവത്തിന്റെ ബുക്കിനകത്ത് മാത്രമേ ഉള്ളൂ. പക്ഷെ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി